ഇതൊക്കെയുണ്ട്. അന്ന് നമ്മൾ അൺബോക്സ് ചെയ്ത റോയൽ ബഡ്ഡിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വിങ്കയൊക്കെ ജെർമിനേറ്റ് ആയോ എന്ന് നോക്കണ്ടേ? പലർക്കും ഡൗട്ടാണ് അത് ജെർമിനേറ്റ് ആവോ ഇല്ലയോ എന്ന്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഏകദേശം 2 ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ 3 വിങ്ക സീഡ് വാങ്ങിയിട്ടും ഹാങ്ങിങ് ആണ്. കിട്ടിയ ഉടനെ ഒരു ദിവസം ഫുള്ള് ഞാൻ അതിനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് സീഡ് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിൽ മണ്ണൊക്കെ നിറച്ചിട്ട് 3 സീഡും സെപ്പറേറ്റഡ് ആക്കിയിട്ട് ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റ് ആയിട്ടൊന്നും അടയ്ക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ കൊടുക്കണം. ഈ സീഡ് എന്താണെന്ന് അറിയണ്ടേ? ഓരോ സീഡും 5 വീതമാണ് നട്ടത്. അതിൽ 4 3 ആയിട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. സീഡ് ജെർമിനേറ്റ് ആവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ല. കാരണം ഇതിനെ രണ്ടാമത് വാങ്ങുന്നത് പ്രൊമോഷൻ ഒന്നും അല്ല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി. ഈ കാത്തിരുന്ന് ഇങ്ങനെ മുളപ്പിക്കുന്ന പരിപാടിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വല്ലാത്തൊരു ജീവിതമാണ്. മണ്ണോടുകൂടി നടുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ ഇത് എടുത്തപ്പോൾ അറിയാണ്ട് അങ്ങനെ ആയിപ്പോയി. റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാക്സിമം മണ്ണോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. കയ്യിലിരിക്കുന്ന എല്ലാ സീഡും ഇതുപോലെയുള്ള ഒരു ചെറിയ പോട്ടിലോട്ട് ഞാൻ മാറ്റും. കൊക്കോപ്പിറ്റും മണലും മണ്ണുമാണ് കേട്ടോ. അടുത്ത 2 വരുമ്പോൾ വേറൊരു പോട്ടിലോട്ട് വീണ്ടും മാറ്റി കൊടുക്കണം. പോട്ട് അല്ലെങ്കിൽ ചെറിയ ഗ്രോ ബാഗ്സ് ആണ് കേട്ടോ വിങ്കയ്ക്ക് നല്ല. ഏത് സമയവും ലോക്കൽ ആയിട്ടുള്ള വിങ്കാസ് ആണല്ലോ നമ്മുടെ വീട്ടിൽ കാണാറ്. അതായത് എന്റെ വീട്ടിൽ ഇടയ്ക്കൊക്കെ വെറൈറ്റി ഒക്കെ കാണണ്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത്. പിന്നെ ആൾ എക്സോട്ടിക് ആയതുകൊണ്ട് കുറച്ച് കെയർ അത്യാവശ്യമാണ്. ഇനി കുറച്ച് ഹൈറ്റ് ഒക്കെ വെക്കുമ്പോൾ വീണ്ടും അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ പിന്നെ കാണാം.